ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 4 വിശുദ്ധ റോസാലിയ. സിസിലിയിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ റോസാലിയയുടെ പിതാവ് റോസിയിലെ പ്രഭുവായിരുന്നു. പ്രഭു കുടുംബത്തിന്റെ സമ്പത്തും പ്രതാപവും അവൾക്ക് ഒരു തരത്തിലും സന്തോഷം പകരുന്നില്ല. ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് എടുക്കാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. വിലപിടിച്ച വസ്ത്രങ്ങളും മറ്റ് ആർഭാടങ്ങളും അവൾ ഒഴിവാക്കി തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും വഴി ദൈവസ്നേഹത്തിൽ പങ്കുചേരാനാണ് അവൾ ശ്രമിച്ചത്. മുതിർന്നപ്പോൾ അവൾ തന്റെ വഴി തിരഞ്ഞെടുത്തു. പെലേഗ്രീനോ എന്ന പേരായ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ അവൾ അജ്ഞാന താമസം തുടങ്ങി. ഒരു തരത്തിലും ലോകവുമായി ബന്ധപ്പെടാതെ ഏകയായി ആ ഗുഹയിലാണ് അവൾ തന്റെ ശിഷ്ടജീവിതം നയിച്ചത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അവൾ ഭക്ഷിച്ചിരുന്നുള്ളൂ. റോസാലിയെ ഗുഹയിൽ നയിച്ചത് 2 മാലാഖമാരാണെന്നൊരു ഐതിഹ്യമുണ്ട്. യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഗുഹയിൽ നിന്ന് പിന്നീട് റോസാലിയ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ തന്നെ അവൾ മരിച്ചു. 4 നൂറ്റാണ്ടിന് ശേഷം പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് റോസാലിയ താമസിച്ചിരുന്ന ഗുഹയ്ക്ക് സമീപം നായാട്ടിനെത്തിയ ഒരാൾക്ക് റോസാലിയയുടെ ദർശനമുണ്ടായി. ആ ദർശനമനുസരിച്ച് അയാൾ ഗുഹയിലെത്തി. ആ ഗുഹയിൽ റോസാലിയ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നു: റോസസിലെ പ്രഭുവായ സിനേബാൾഡിന്റെ മകളായ റോസാലിയ എന്ന ഞാൻ യേശുവിന്റെ ദിവ്യസ്നേഹത്തിന് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഗുഹയിൽ കഴിയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. റോസാലിയയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഈ ഗുഹയിൽ നിന്ന് കണ്ടെടുത്തു. പ്ലേഗ് പടർന്നു പിടിച്ചിരുന്ന പലേർമോ എന്ന റോസാലിയയുടെ ജന്മനാട്ടിൽ പ്രദക്ഷിണമായി ഇത് കൊണ്ടുവന്നു. 3 ദിവസങ്ങൾക്കുള്ളിൽ പ്ലേഗ് രോഗം പൂർണ്ണമായും ആ ഗ്രാമത്തെ വിട്ടുപോയി. റോസാലിയയുടെ മരണത്തെക്കുറിച്ചോ അവളുടെ ഗുഹയിലുള്ള ജീവിതത്തെക്കുറിച്ചോ കൂടുതലൊന്നും നമുക്കറിയില്ല. 30-ാം വയസ്സിൽ രോഗം ബാധിച്ചായിരിക്കാം അവളുടെ മരണമെന്ന് അനുമാനിക്കപ്പെടുന്നു.